ഫെമിനിസത്തെ കുറിച്ച് പറയാം. ഫെമിനിസം ഏതാണ്? ഫെമിനിസം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ പണ്ട് മുതലേ ഒരു സമ്പ്രദായത്തെ എന്താ പറയാ, ഇപ്പൊ പണ്ടത്തെ വീട്ടിൽ പറയുന്നത് നമ്മൾ പുരുഷന്മാരെ പണിക്ക് പോകുന്ന ഒരു പുരുഷന്മാരെ പണിക്ക് മാത്രമല്ല അവരാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ലൈഫ് എന്താ പറയാ, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വുമൻസിന് അതേപോലെ ഏൺ ചെയ്യാനും അതേപോലെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർക്കാണ് നമുക്ക് തോന്നുന്നത്. ലൈക്ക് ഒരു ജെൻഡർ ഇക്വാലിറ്റി ആയിട്ടും സൊസൈറ്റിയിൽ അവർക്ക് വുമൻസിന് എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ വുമൻസിന് കിട്ടുന്ന ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഫെമിനിസത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാർ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ. അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി എന്തായിരിക്കാം? അതാണ് ഇപ്പോ പണ്ടത്തെ കാലഘട്ടത്തിൽ മെൻസാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ മെൻസ് വർക്ക് ചെയ്ത് വന്നാൽ അവർ ക്യാപ്പബിലിറ്റി അല്ലാതെ ഒരു പണ്ടുള്ള ഒരു സംഭവമാണ്. എന്താ അവർ പണിക്ക് പോകുന്നു, അവർ ചെയ്യുന്നു, അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വുമൻസിന്റെ ഭാഗത്താണെങ്കിൽ അവർ വീട്ടിലത്തെ കാര്യം മാത്രം നോക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർക്ക് അതേപോലെ ആവുന്നു. എന്താ പറയുക, ഈ മെയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതേപോലെ വുമൻസും ചെയ്യുന്നത്. അപ്പോൾ മെയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം വുമൻസും ചെയ്യണം. സോ ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. അതായത് മോസ്റ്റ് ഡേഞ്ചറസ് ജോബ്സ്, അതായത് വലിയ അപകടങ്ങൾ പോയിട്ട് ഈ കറണ്ടിന്റെ കമ്പികളൊക്കെ ജോയിനൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ജോബുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓഷ്യൻസിന്റെ നടുവിലൊക്കെ പോയിട്ട് റിഗ്ഗൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഈ ക്രെയിൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജോബാണ് വുമണ് ചെയ്യേണ്ടതാണ് വുമൻസ് പറയുന്നത്. അതാണ് അല്ലെങ്കിൽ ഇവര് പറയുന്ന ഈ ജെൻഡർ ഇക്വാലിറ്റീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരെ പറയാം, പക്ഷെ ടെക്നിക്കലി രണ്ട് ഭാഗത്ത് നോക്കിയാൽ പോസിബിൾ അല്ല. കാരണം ഈ ലോകത്ത് മനുഷ്യൻ മെൻസ് ചെയ്യാനായിട്ടുള്ള മാത്രം പറ്റുന്ന ജോലികളുണ്ട്, വുമൻസ് ചെയ്യാൻ മാത്രമേ ജോലികളുണ്ട്. എന്താ ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കഠിനമായ ഇപ്പോൾ മിലിറ്ററി ജോബ്സ് പൊതുവെ നമ്മൾ ഫീമെയിൽ ഇല്ലാന്നല്ല വുമൻസ് ഇല്ലാന്നല്ല മെൻസാണ് അധികം. കാരണം അവരെ ബോഡി ബിൽഡ് ചെയ്യുന്ന അതേ ശരിയാണ്. എന്നുവെച്ചാൽ ലൈക്ക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെൻസിനാണ് കൂടുതൽ. ഇനി അതുപോലെ തന്നെ ഫീമെയിൽസിനാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്താ പറയുക ബയോളജിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിലും. സോ why do females exist? അതായത് വുമൺ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം? കാരണം എന്താ വെച്ചാൽ ഇവര് ഇപ്പോ നിലവിൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് വുമൺസ് ഒന്നിലുമില്ല, ഒരു ജോബ് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. സോ why do women exist? ജനറേഷൻ ഓരോ ജനറേഷനിൽ കൊണ്ടുവരുന്നത് just that ഉള്ളൂ. ഒന്നല്ല വുമൻസിന് റോളില്ല എന്നല്ല, വുമൻസിന് റോളുണ്ട്, എക്സാക്റ്റായിട്ട് റോളുണ്ട്. പക്ഷെ അത് അവരങ്ങനെ ചെയ്യണം. കാരണം പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയാൽ തന്നെ അതിൽ പകുതി മുക്കാലും ഗേൾസ് ആണ്. കാരണം കാലം മാറി. ഫെമിനിസം എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക, ഫെമിനിസം എന്ന് പറയുന്നത് എക്സാക്ട് ബോയ്സിന്റെ സാധനമാണ്. പക്ഷെ അത് ടെക്നിക്കലി പോസിബിൾ അല്ല. പക്ഷെ എന്നാലും ഫീമെയിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു, അതായത് ഫെമിനിസത്തിന്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഫെമിനിസം എക്സിസ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് നോട്ട് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് മെൻ, മെന്നിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ആയിരുന്നത്, അല്ലെങ്കിൽ മെന്നിനേക്കാളും ബെറ്റർ ആണ്, അല്ലെങ്കിൽ മെന്നിന്റെ അതേ ഒരു തുല്യതയിൽ എത്തണം എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഫൈറ്റ് ആയിരുന്നു ഫെമിനിസത്തിന്റെ. ഫെമിനിസം എക്സിസ്റ്റഡ് ബിക്കോസ് മോസ്റ്റ് ഓഫ് വുമൻ അവർക്ക് ഒരുപാട് ഹാരാസ്മെന്റ്സിലും അതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങളിലും ഏർപ്പെട്ട് ഇവർക്ക് വേണ്ടി ഈ പീഡനങ്ങളിൽ ഏർപ്പെട്ട വിമൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് ഫെമിനിസ്റ്റ് കമ്മ്യൂണിറ്റി. ഇത് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം ആയപ്പോഴത്തിൽ മാറി. എങ്ങനെയാന്ന് വെച്ചാല് മെന്നിനെ അതേപോലെ തന്നെ വർക്ക് ചെയ്യണം, മെന്നിനെ അതേ പേ ചെയ്യണം, മെന്നിനെ അതേപോലെ ഒരു
ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു നിൽക്കാൻ പറ്റാവുന്ന ആ ഒരു വലിയ വരുമ്പോൾ which is completely wrong. And I come to my question, why do women exist? Women exist because it's not only about the generation. അതായത് ഇവർക്ക് നമുക്ക് ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകാനുള്ള അത് സാധനം മാത്രമല്ല, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ആ സാധനം മാത്രമല്ല. അത് ചെയ്യുന്ന എക്സാമ്പിൾ ഇപ്പോ ഹസ്ബൻഡ് എന്ന് പറയും, അതായത് കല്യാണം കഴിച്ച് രണ്ട് ദമ്പതികളായി താമസിക്കുന്ന ആൾക്കാർക്ക് husband സിക്കായി, you don't want any men around you. You don't want boys around you. You don't want this guy friends around you to stay with him, to just take care of him. No, you just want this woman. She'll stay with him. She'll get sick with him. She'll get again sick with him. That's the kind of love woman gives to his partner. That is the thing why women exist. Women is completely an emotional being. Completely emotional. ഇപ്പോൾ സയന്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിൽ കൂടി ജസ്റ്റ് ടു തിങ്സ് ആണ്. അതായത് മെന്നിന് ടെസ്റ്റോസ്റ്ററോൺസ് ഉണ്ട്, ഈസ്ട്രജൻസ് ഉണ്ട്. വുമണിനുണ്ട് ടെസ്റ്റോസ്റ്ററോൺസും വുമണിന് ഈസ്ട്രജൻസ് ആണ് കൂടുതലുള്ളത്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഈസ്ട്രജൻ കൂടുതലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി അവരായിട്ട് കുറച്ചുകൂടി ഇമോഷണലി ഡിസിഷൻസ് എടുക്കുക. Women just take decisions because of their emotions. They feel sad, they take some decisions. Men don't do that. Men make decisions with the real life situation, or it's like a fact-based decision. Men won't get angry and വെറുതെ ഒരാൾക്ക് തന്നെ അങ്ങനെയൊന്നും ചെയ്യുക. മോസ്റ്റ് men who are really men, അതായത് ഇപ്പോ ജസ്റ്റ് ഒരു കുറച്ച് സെന്റൻസ് it's not just if you have some genitals of men, it's not like that. A real man should be dependable. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം he should learn how to fight. He should learn how to take care of people. He should be dependable. Otherwise, why men എന്നുള്ള സാധനം വേൾഡിൽ ഉണ്ടാവുന്നത് തന്നെ ഒരു വീക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക്, അതായത് വുമൺ ഒരിക്കലും അതായത് ഫിസിക്കലി വീക്ക് ആയതുകൊണ്ടാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളതല്ല. വിമൺ ആർ ദി മോസ്റ്റ് precious creations by God. Men are the one who should be protecting these precious things. That's how it goes. As women ഒരിക്കലും ഇപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗമാണെന്നുള്ളതല്ല. They are precious and precious things should be protected by men. That's how it goes. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലോകം അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ഈ സ്റ്റെബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പീസ് ഉണ്ടാവുള്ളൂ. നിലവിൽ നമുക്ക് ആ സ്റ്റെബിലിറ്റി ഇല്ല. അത് ടോട്ടലി ഫെമിനിസം have existed something to like a fight against men. It should not be like this. Feminist community should be like അടിച്ചമർത്തപ്പെടുന്ന വുമണിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി, സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി. അങ്ങനെയാവാൻ പാടുള്ളൂ. അല്ലാതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതല്ല. I've seen things like toxic masculinity. Masculinity can never be toxic. Masculinity is something like if you go to gym, അതായത് ഒരുപാട് കാലം ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും എന്താ പറയാ, അയാൾ ഒരിക്കലും ഒരു ഷോർട്ട് ടെമ്പേർഡോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് പ്രതികരിക്കുന്ന ഒരാളായി മാറില്ല. He just becomes the opposite. He becomes extremely conscious about his emotions. He becomes extremely conscious about his anger. He becomes very steady while going to gym. അങ്ങനെയാണ് ഒരു ജീവിതം. So gym is the most easiest option. Meditation is not easy. It's something not easy. Meditation, if you're meditating,
At what point can you take the proper way of meditation? It take 23 days. I do meditation. I do martial arts. I do it. അതായത് if you are properly meditating, you can hear the blood flow in your body. It will be that much concentrated. I have a realization like I didn't know how to answer. ഞാൻ ഇപ്പോൾ കൈ കുത്തിയിരിക്കാത്ത പറയും ആ ഒരു സ്കില്ല് എനിക്ക് അത്ര ഒരു ഞാനൊരു 6 seconds 7 seconds നിൽക്കുള്ളൂ. I did some meditation like 35-40 minutes and then after that I did it more than 10 seconds. That is the power of meditation. To gain that power, it is not easy. It is way easy to do it. ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് Easiest way എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ imagine you are in the West. You cannot go to gym, stay there. You will automatically work. Take some levels or maybe do some push-ups, maybe do some sit-ups, maybe do some pull-ups. At least you will live for it. Because you are looking to yourself. Most gyms are covered with mirrors. They're seeing yourself. You don't like seeing yourself depressed with a sad face. You are depressed because you don't know what is happy. You don't know what is the problem thing. You know, problemness-നെ അല്ലെങ്കിൽ ഒരു അഭിമാനം എന്ന് നടത്തിയ ഒരു സാധനത്തിന് ചേസ് ചെയ്യാൻ പോകുന്നു. You can never be depressed. I believe depression is something fake. I do not believe depression exists. That's my mindset. Even if I'm sad, just sad, it just happens. A sad time doesn't exist for too long. Neither do the happiest times. It just moves on. Yes, ഇത് വേറെ തരത്തിലുള്ള ഇപ്പോൾ ഞാൻ കാണുന്ന സംഭവം അതായത് even if I'm sad, even if I'm happy, I'll do the same things every day. Even if I wake up sad, I'll be doing the same things that I have to be doing. It's just an emotion. Should not be, you know, അത് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ ടേക്ക് കെയർ ആയിട്ടുള്ള സംഭവമല്ല. What is depression? What is depression? നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റെപ്പ് ആരാണ് സെറ്റ് ഔട്ട് He can never be another person. He can never be another person. അതായത് imagine a heartbreak. ഈ ഹാർട്ട്ബ്രേക്കിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോയത് ചിലപ്പോൾ നമ്മളൊരു പാർട്ട്ണറായിരിക്കാം. പക്ഷേ ഫൈനലി യു ഹാവ് ടു റിയലൈസ് ദാറ്റ് യു ആർ ദ വൺ ഹു ട്രസ്റ്റഡ് ദി പേഴ്സൺ. You knew the person. You knew everything about the person. At least once, you will have that thought that this person would have thought. ആ ഒരു ചിന്തനെ ചെക്ക് നോക്കാത്തതിന്റെ പേരിലായിരിക്കാം ഇത് ഇയാളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുക. Every heartbreak is something that you have to realize. It's your finding. That's it. It is just of no use. You can be slow. You can be fast. You can never be stuck. അതിനാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോ നമുക്ക് ആ ഇമോഷൻ എന്നുള്ള സാധനം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരിക്കലും ഒരു ഇതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റാത്ത സാധനം. അതായത് ഇപ്പൊ നല്ല ദേഷ്യം വരുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ ഒരാളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരുപാട് പ്രോസസ്സിനുള്ളിലൂടെ പോകുന്നത്. Gym is the best way to do that. Control your emotions. It's the best way. പക്ഷേ ഈ ജിമ്മ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനറേഷനിൽ പറഞ്ഞു
അപ്പൊ ഇതിന് മുമ്പുള്ള ആൾക്കാർക്ക് അതായത് അവരും ഇതേപോലെ ജീവിച്ചു കഴിയണമെന്നാണ്. അപ്പൊ അവരെ മൂഡ് സ്വിങ്സ് നമ്മൾ ചെയ്യാം. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതായത് നമ്മൾ അത്രയും ഇപ്പൊ എന്താ പറയാ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ കൂടി പിന്നെ പോയിട്ടുണ്ടാവും. നമ്മൾ കേസ് അത്രയും ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോയിട്ടുണ്ടാവും. Our parents had some kind of depression and they share their home for like years. ഓക്കെ, എന്നിട്ട് ആ സമയത്ത് ഡിപ്രഷൻ ഇല്ലാതെ ഇല്ലായിരുന്നുള്ളതല്ല. ഇപ്പോ അതായത് അതൊരു വാക്ക് വെച്ചിട്ടില്ല. They meet themselves engaged subject. Talk to your father. അതായത് ഇപ്പോ എല്ലാവരുടെയും പാരന്റ്സ് ഉണ്ടാവും. അതായത് ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് അപ്പൊ ആ ജനറേഷൻ ഈ ജനറേഷനിലേക്ക് മാറി എന്തുമാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഡോപ്പമൈൻ സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. They didn't have that. We have. Imagine something. Like ഒരു ഫോൺ എടുത്തു, നമ്മൾ പോകരുതേ ഫോൺ എടുത്തു. How randomly you go to Instagram, just scroll and sit there for hours. You think about that? No, nothing like that. Phone പോലെ ഒന്നും. They had to engage themselves. They had to walk. They had to go to people. Talk. Real conversation was a real thing. These days it's something like seen very rare. അതായത് നമുക്ക് നമ്മുടെ ഡോപ്പമൈൻ വേണം. ബട്ട് ഡോപ്പമൈൻ ഒരിക്കലും നമുക്ക് അത് നമ്മളെ വേറെ തരത്തിൽ മോശം രീതിക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്. Even drugs give you dopamine, but it's bad dopamine. Gym give you dopamine. This is good dopamine. Good diet give you dopamine. Taking care of health gives you dopamine. Being extremely disciplined gives you dopamine. Discipline ആയിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഒരു വെറും 4 മണിക്ക് ഇരിക്കുക, വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, അത് മാത്രമല്ല ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ is something like keeping your life in order. Keeping your life in order. That's discipline. Order away. Maybe it can be like keeping a good relationship with your parents, keeping a good relationship with your friends, maintaining your finances and all those things. Imagine everything is good for you. Everything എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഒരു പാമ്പിനുള്ളിൽ നിയന്ത്രിച്ചു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൺട്രോൾ ആക്കിയിരിക്കുന്നത്. That is right. I personally had that. So I can really relate to those things. So finally, what do you guys think about getting your life in order? Keeping your life in order means something everyone should be doing. So put on some tips, put on some your opinions on the comments. Stay up.